ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് നോക്കാവേ. അപ്പോൾ NHSൽ ജോലി ചെയ്യുന്ന 4 ജീവനക്കാരും അടുത്ത 5 വർഷത്തിനുള്ളിൽ ജോലി നിർത്തുമെന്നുള്ളതാണ് ഒരു സർവേ റിപ്പോർട്ടിൽ കാണുന്നത്. ഈ ജൂൺ മാസത്തിൽ നടത്തിയ 1260 പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു സർവേ റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്. NHS ഹോസ്പിറ്റലിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ 8 ലക്ഷത്തോളം പേര് 8 ലക്ഷത്തോളം കുട്ടികളെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടെന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ക്ഷമിക്കാനാകാത്ത വിധം ആരോഗ്യമേഖല താറുമാറായിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അപ്പോൾ NHSനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ മുൻഗണന കൊടുക്കുമെന്നുള്ളതാണ് കീർ സ്റ്റാമർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡെർബിയിലെ ഒരു റിവർ ഗാർഡനിൽ പക്ഷികൾക്ക് തീറ്റ കൊടുത്ത ഒരു വീട്ടമ്മയ്ക്ക് ലഭിച്ചത് 90 പൗണ്ടിൻ്റെ പിഴയാണ്. ഈ പിഴ അവർ അടയ്ക്കേണ്ടതായി വന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരറിയിപ്പ് അവർക്ക് കിട്ടിയിരിക്കുന്നു, ഈ പിഴ റദ്ദാക്കിയിരിക്കുന്നുള്ളത്. അപ്പോൾ അത് തിരികെ ലഭിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇനി ഈ നമ്മൾ തടാകങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ, അതായത് നമ്മൾ ലേക്കുകൾ, തടാകങ്ങളൊക്കെ, അവിടെ ഒത്തിരി പക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നമ്മളെ തീറ്റ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ളൊരു രീതിയുണ്ട്. നമ്മൾ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കും പക്ഷികളൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണ്. ഈ അടുത്ത കാലത്ത് ബ്രിട്ടനിൽ നടന്ന കലാപത്തെക്കുറിച്ച് വിപുലമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരാവശ്യം. അതിന് വംശീയത മാത്രമല്ല ഇതിന് കാരണമെന്നും വേറെ പല കാരണങ്ങളും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രധാനമായ മറ്റൊരു കാരണമാണെന്ന് കരുതപ്പെടുന്ന സാമ്പത്തികമായ അസമത്വമാണ്. കുടിയേറ്റക്കാർ ഇവിടെ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നും ഇവർക്ക് അർഹമായ ജോലിയൊക്കെ കുടിയേറ്റക്കാർ കൈവശപ്പെടുത്തുന്നുവെന്നും അത് അവരെ പട്ടിണിയിലേക്ക് നയിക്കുന്നുവെന്നുള്ള ഒരു ധാരണയും ഇവിടുത്തെ ആൾക്കാർക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇപ്പോൾ കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാർ വലിയ വലിയ വീടുകൾ വാങ്ങിക്കുകയും നല്ല നല്ല കാറുകൾ വാങ്ങിക്കുകയും അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിതമാണ് അവർ നയിക്കുന്നതെന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മൈഗ്രൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒത്തിരി ലാവിഷായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നമ്മളൊക്കെ എടുക്കേണ്ടതാണ്. ഒരു യമൻ വംശജയ്ക്കെതിരെ ട്രെയിനിൽ വെച്ച് വംശീയമായ ആക്ഷേപം ഉണ്ടായി, വംശീയമായ അധിക്ഷേപം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഇത് മുസ്ലിങ്ങളെ കൊല്ലണം എന്നും വനിതയോട് രാജ്യം വിട്ടു പോകണമെന്നുള്ള ആക്രോശങ്ങളുണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇപ്പോഴും ബ്രിട്ടനിലെ വംശീയപരി കെട്ടടങ്ങിയിട്ടില്ലെന്നും അത് ഇനിയും രൂപപ്പെട്ടു വരുമോ എന്നും ഉള്ളത് ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് ഇത് രാജ്യത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.